നല്ല നെല്ലുകുത്തിയ അരി, ഇത് ഫസ്റ്റ് ക്വാളിറ്റി പലവ്യഞ്ജനങ്ങൾ, പിന്നെ പച്ചക്കറികൾ എല്ലാം സിറ്റിയിൽ നിന്ന് വാങ്ങിയതാ. ഇത് കുറച്ച് ഫ്രൂട്ട്സ് എൻ്റെ ഒരു സന്തോഷത്തിന്. പിന്നെ ഈ സെറ്റുമുണ്ട് അമ്മയ്ക്കും. നിങ്ങൾ ഏതാ? അയ്യോ, എന്താ? അതേ കണ്ണ്, അതേ മൂക്ക്, അതേ മുഖം, എന്തൊരു സാമ്യം. ആരുടെ കാര്യമാ സാറ് പറയുന്നത്? എന്താ? അയ്യോ, അതേ ശബ്ദം. അമ്മ, എന്റെ അമ്മ, മരിച്ചുപോയ എന്റെ അമ്മ ദയ നിൽക്കുന്നു. മോൻ ഇങ്ങോട്ട് കയറിയിരിക്കെ. ഇരിക്കെ. ക്ഷമിക്കണം അമ്മേ, ഒരു നിമിഷത്തേക്ക് ഞാൻ എന്റെ അമ്മയെ ഓർത്തുപോയി. മോനെ എനിക്ക് മനസ്സിലായില്ല. ഞാനും തങ്കപ്പൻ ചേട്ടനും വളരെ അടുപ്പത്തിലായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് വരാൻ കഴിഞ്ഞില്ല. സുപ്രീം കോടതിയിൽ ഒരു കേസുണ്ടായിരുന്നു. വീട്ടുകാര്യങ്ങളെല്ലാം തങ്കപ്പൻ ചേട്ടൻ എന്നോട് പറയുമായിരുന്നു. എനിക്കെല്ലാം അറിയാം. ഇങ്ങനെ വലിയൊരാളുമായിട്ട് അടുപ്പമുള്ള കാര്യം എന്നോട് അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലല്ലോ. പറയില്ല, അതാണ് തങ്കപ്പൻ ചേട്ടന്റെ മഹത്വം. ഇത്രയും അടുത്തിട്ടും മരിക്കുന്നത് വരെ എന്റെ കയ്യിൽ നിന്ന് ഒരു സഹായവും ചേട്ടൻ സ്വീകരിച്ചിട്ടില്ല. ചേട്ടൻ പറയുമായിരുന്നു, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്റെ കുടുംബത്തിന് ഒരു സഹായം ആവശ്യമില്ല. പക്ഷേ നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്റെ കുടുംബത്തിനെ നോക്കിക്കോണേ സാർ. ആ വാക്ക് ഞാൻ പാലിക്കണ്ടേ അമ്മേ? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ. എല്ലാം മനസ്സിലാവും. എന്റെയും തങ്കപ്പൻ ചേട്ടന്റെ അടുപ്പം അറിയാവുന്ന ആളാണ് ദേ നിൽക്കുന്ന ലംബോരൻ. വേണേ ചോദിച്ചു നോക്കണം. ഞാനില്ലായിരുന്നപ്പോ ഇവൻ ഇവിടെ വന്ന് അമ്മയോട് എന്തോ വിഡ്ഢിത്തം പറഞ്ഞു. അമ്മ അവന് ശരിക്ക് കൊടുക്കുകയും ചെയ്തു. അല്ല, അത് പിന്നെ അപ്പോഴത്തെ ഒരു അപ്പോഴത്തെ അമ്മയുടെ മാനസികാവസ്ഥ അമ്മ ഇല്ലാത്ത എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാനത് കാര്യമാക്കുന്നില്ല. കുടിക്കാൻ എന്തെങ്കിലും ഇപ്പൊ വേണ്ട. വേണമെങ്കിൽ ചോദിച്ചു വാങ്ങി കുടിക്കാൻ മടിക്കാത്ത ആളാണ് ഞാൻ. പിന്നെ അമ്മേ, തങ്കപ്പൻ ചേട്ടൻ എപ്പോഴും ഒരു ആഗ്രഹം എന്നോട് പറയുമായിരുന്നു, 2 പെൺമക്കളെയും നല്ല നിലയിൽ വിവാഹം കഴിച്ചയക്കണമെന്ന്. ഇനിയിപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? എല്ലാം പോയില്ലേ? ഇല്ല, ഒന്നും പോയിട്ടില്ല. തങ്കപ്പൻ ചേട്ടൻ ആഗ്രഹിച്ച പോലെ എല്ലാം നടക്കും. എങ്ങനെ? വെറുതെ എന്തെങ്കിലും വച്ച് നീട്ടിയാൽ അത് വാങ്ങുന്ന ആളല്ല അമ്മ എന്നെനിക്കറിയാം. അത്രയ്ക്ക് അന്തസ്സും അഭിമാനവും ഉള്ള തറവാട്ടിലെ അമ്മ ജനിച്ചത്. പക്ഷേ അമ്മയ്ക്കും മക്കൾക്കും അവകാശപ്പെട്ട ഒരു സഹായം ഞാൻ വാങ്ങി തന്നാൽ അതൊരു തെറ്റാവുമോ അമ്മേ? ഇല്ല. ആ സഹായം സ്വീകരിക്കാൻ അമ്മയ്ക്ക് മടിയുണ്ടാവുമോ? അതെന്താ ഈ അവകാശപ്പെട്ട സഹായം? തങ്കപ്പൻ ചേട്ടൻ അപകടത്തിൽ മരിച്ചതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും നഷ്ടപരിഹാരമായി 5 ലക്ഷം രൂപ കിട്ടും. 5 ലക്ഷമോ? അതെ, 5 ലക്ഷം. എന്നാലും മോനെ, അങ്ങേര് മരിച്ചതിന്റെ പ്രതിഫലമായി മറ്റൊന്നും അമ്മ ഇപ്പൊ ആലോചിക്കരുത്. മക്കളുടെ ഭാവി അത് മാത്രം നോക്കിയാ മതി. ലംബോരാ, ആ പേപ്പേഴ്സ് കൊണ്ടുവാ. അമ്മയുടെ ഒരൊറ്റ ഒപ്പ് മാത്രം മതി, ബാക്കി കാര്യങ്ങൾ ഞാൻ ഏറ്റു. അയ്യോ, ഞാനിപ്പോ ഇതില് ഒപ്പിടേ. ഇന്നു മുതൽ ഈ കുടുംബത്തിന്റെ എല്ലാ ചുമതലകളും ഞാൻ ഏൽക്കുന്നു. എന്താ പോരെ? ഒരു ഒപ്പിട്ട്. എവിടെ? ഇവിടെ നല്ല ഐശ്വര്യായിട്ട് മതി. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. അയ്യോ, എന്റെ മക്കളെ പരിചയപ്പെട്ടില്ലല്ലോ. അത് മറന്നു. വിളിക്കൂ. ശ്രീദേവി. എന്തോ? ജയശ്രീ. ഇത് മൂത്തവൾ ശ്രീദേവി, ഇത് ഇളയവൾ ജയശ്രീ. അമ്മേ, ഞാൻ ഇപ്പോഴാ ഓർത്തത്, എനിക്ക് ഹൈക്കോടതിയിൽ ഒരു കേസ് അറ്റൻഡ് ചെയ്യാനുണ്ട്. ഞാൻ ഒരു ദിവസം വന്ന് വിശദമായിട്ട് അവരെ പരിചയപ്പെട്ടോളാം. വരട്ടെ അമ്മേ. മോന്റെ പേര് പറഞ്ഞില്ല. അദ്ദേഹമാണ് വക്കീൽ വാസുദേവ്. ഞാൻ ലംബോദരൻ. പറഞ്ഞേ. അമ്മ എന്തിനാ അയാൾക്ക് വക്കാലത്ത് ഒപ്പിട്ട് കൊടുത്ത്? അതിനെന്താടി? അയാളുടെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ ഒരു കള്ളനാണ്? ആരാണ് എന്താണെന്ന് മനസ്സിലാക്കാതെ മുദ്രപത്രത്തിൽ അമ്മ എന്തിനാ ഒപ്പിട്ട് കൊടുത്ത്? നീ കണ്ടിട്ടുള്ളതിനേക്കാൾ കൂടുതൽ ആണുങ്ങളുടെ മുഖം ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഉറപ്പ് അയാൾ ഒരു നല്ല മനുഷ്യനാണെന്ന്. നീ പോടി. നല്ല മനുഷ്യൻ.